ആമസോണിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്ത് മേടിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. ഓരോ വീടിൻ്റെ ബിൽഡിങ്ങുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു സാധനമാണ്. നിങ്ങൾ ഫുള്ള് കാണാൻ വീഡിയോ തുറക്കാം. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുള്ള് കാണണം, എന്നാലും മനസ്സിലാകത്തുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബിൽഡിംഗ് കാണാൻ പറ്റുന്നില്ല, ഈ ബിൽഡിംഗ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനകത്തുള്ള സാധനം വെച്ച് അത് നോക്കാം എങ്ങനെ ആവും എന്നുള്ളത്. ഒരു ചെറിയ സിറ്റി തന്നെ നമ്മളിതിപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. ടോട്ടലി ഈ 3 ബിൽഡിംഗാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എനിക്കറിയത്തില്ല ഇതെന്താണെന്നുള്ള കാര്യം. ട്രൈ നോക്കാം. ഈ ബിൽഡിങ് ഒന്ന് ചെയ്തു നോക്കാം എന്താവുന്നുള്ളത്. ഒരു നൈഫുണ്ട്, കൊള്ളാം. പിന്നെ ഒരു ഫെവിക്കോളിൻ്റെ പശ. ഇത് നമ്മളെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നില്ല. എന്തോടത്? കർട്ടൻ കേട്ടോ, കർട്ടൻ ഡിസൈൻ ചെയ്യാനുള്ള കർട്ടൻ. വീടിൻ്റെ ഭിത്തി, മറ്റ് ഭിത്തികൾ, ബേസ് ബോർഡ്. ഇത്രയും സാധനമാണുള്ളത്. വീടിൻ്റെ ബേസ്, പിന്നെ സ്ട്രക്ചറ്, പിന്നെന്ത് വരുന്നത്, പിന്നെ ഡോറ്, ജനൽ, അങ്ങനെയുള്ള സാധനങ്ങൾ. അതൊക്കെ അതിൻ്റെ ഒരു ബ്ലൂ മാർപ്പാ അതിൻ്റെ ഒരു സിനായി ഉണ്ട്, തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആദ്യം ഈ ബുക്ക് പഠിക്കണം. ഈ ബുക്ക് നോക്കി പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. 2 hours later. 16 പേജുള്ള ബുക്ക് പഠിക്കണം, എന്നാലേ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല എത്രയായിരുന്നു ഞാൻ. ബിൽഡിങ്ങിൻ്റെ തറഭാഗമാണ് ഇത്. നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ ബേസ് എന്ന ഭാഗത്ത് ഇങ്ങനെ പശ ഒട്ടിക്കുക, എന്നിട്ട് ഇതിങ്ങോട്ട് വയ്ക്കുക. ഇവ ബിൽഡിങ് ഇങ്ങനെ 4 വശത്തോട്ട് ക്രോസ് ആക്കി വെക്കണം. ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ ലുക്കില്ലേ? അയ്യോ, ഈ ജനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സെറ്റ് ചെയ്ത ജനലാണ്. എപ്പിട്ടപ്പൊരു പാട്ടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പാക്കല് ആക്കല്. ഈ കർട്ടനിൽ ഒരു കർട്ടൻ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഇതിനകത്തുള്ളത് ഈ സാധനം ഇതിങ്ങനെ മടക്കിയിട്ട് അവിടെ ഗ്ലൂ തേച്ചിട്ട്, അതായത് ഇതിങ്ങനെ മടക്കും, ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഗ്ലൂ തേക്കും. അതിനുശേഷം ഈ വൈറ്റ് സാധനം ഈ സാധനം വെച്ചതിന് ശേഷം അതിനുശേഷം ജനൽ വെക്കും. പിന്നെ അതിനുശേഷം കർട്ടൻ ഇടും. എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ആഹാ, കൊള്ളാല്ലേ. അടുത്ത ഇതിൽ നിന്ന് ഈ സാധനം, അതായത് ഇത് ഊരിയെടുത്തിട്ട്, അതായത് ഇതായിരിക്കും. ഇത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം ഈ സാധനത്തോട്ട്. മെനക്കേട് നല്ല എന്താ പറയാനാ നോക്കണേ. ഇതിനകത്തുള്ള ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ആയിട്ട് ഇതിങ്ങനെ ഇരിക്കും. അതിന് മുന്നേ 1-2 സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങും. ഏകദേശം ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കർട്ടനും കാര്യങ്ങളൊക്കെ ഇടുക, എന്നിട്ട് ഇതിനകത്ത് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. ഈ മൂന്ന് കളറാണ് അവിടെ ഇടേണ്ടുള്ളത്. ഈ 3 കർട്ടനാണ് ഇതിനകത്ത് ഇടേണ്ടുള്ളത്. അരമണിക്കൂറിനുള്ളിൽ ഏകദേശം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്.
ഇത് ഇന്ന് തീരാൻ സാധ്യതയില്ല. നേരെ ഇരുട്ടി. എന്തായാലും കുറച്ചുകൂടെ ഒന്ന് ചെയ്തിട്ട് ബാക്കി നാളത്തേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വീട് ഒരു ദിവസം കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലേ. ഇനി ഞാൻ ഈ സാധനം നമുക്ക് അതിൻ്റെ ഇവിടെ വയ്ക്കണം. അതിന് ഇത് ഇവിടെ നിന്ന് ഊരിയെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കണം. ഇന്ന് ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ എടുത്തതിന് ശേഷം ഇവിടെ ബാക്ക് ഗ്രൗണ്ട് നല്ല വെയിലുണ്ട്. പിന്നെ അതുകൊണ്ട് ഇച്ചിരി അകത്തോട്ട് കയറിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ഇന്നലെ നമ്മുടെ ബിൽഡിംഗ് ഒരുവിധം ബിൽഡിങ്ങിൻ്റെ 4 ചുറ്റും ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാം. ഇത് ചെയ്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി പിന്നെ ഇതെന്തായിരുന്നു, ഇത് 2 കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി ചെയ്യാനുള്ള ഇത് മെയിൻ ഡോറ് സെറ്റ് ചെയ്യുക. പിന്നെ മെയിൻ ഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാം. പടപടയെന്ന് നടക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഇത് അടിച്ചിളക്കുക, എങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ വെയിലത്തിരുന്ന് വിയർത്ത് ഉപ്പാട് വന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരണം. ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മേളിൽ റൂഫ് അടിക്കണം. പിന്നെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് മേളിൽ ഭാഗം സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ 1-2 സെറ്റപ്പ് ചെയ്യണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 1-2 ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ബാക്ക് വശത്ത് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ബാക്കിയെല്ലാം റൂഫിലാണ്, മേളിലുള്ള പരിപാടിയാണ്. അവിടെ കഴിഞ്ഞാൽ വീട് പണി കഴിഞ്ഞ് താമസം തുടങ്ങാം. ഹലോ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന 3ാമത്തെ ഡേ ആണെന്ന്. ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇനി അകത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിയും. ഈ കാർഡ്ബോർഡ്, അതായത് ഇതെടുത്തതിന് ശേഷം ഇവിടെ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം. ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഇതിങ്ങനെ ഇറക്കി വെക്കും. അതിനകത്തോട്ട് ഇറക്കി വെക്കുമ്പോൾ ഇവിടെ ആയിട്ട് ഈ കൗണ്ടറിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഈ പരസ്യത്തിൻ്റെ, അതായത് ഈ സാധനം വരണം. ഏതാ ഇത്? പില്ലറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് ഈ പില്ലർ എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് വെക്കണം. അതിനകത്തോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഈ കൂട്, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ 4 ചുറ്റും ഇച്ചിരി ഒന്ന് സ്റ്റിഫായിട്ടിരിക്കും. ഇപ്പോൾ ഒരുമാതിരി ഞഞ്ഞാവഞ്ഞ ഇരിക്കുന്ന വളഞ്ഞൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കണം. അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഫുള്ള് വീടുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. അല്ലാതെ കുറേ ടൈം എടുക്കുന്ന ഒറ്റയ്ക്ക് പാട്.